വണ്ടി കൈയെടുത്തപ്പോഴാ ദൂരം അധികം കാണിക്കാൻ പറ്റില്ല, സോ നിങ്ങൾ കണ്ടോളൂ. ഹലോ ഓൾ, അപ്പോൾ നമ്മുടെ യാത്രയുടെ ഒരു റൂട്ട് മാപ്പാണ് കേട്ടോ. കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ടു കൊൽക്കത്ത, കൊൽക്കത്ത ടു ഹനോയ്, ഹനോയ് ടു ദനാങ്, ഇത്രയാണ് കേട്ടോ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. ഹൊയാങ്ങിലാണ് നമ്മളിവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നോർത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ സെൻറ്ററിൽ എത്തി നിൽക്കുകയാണ് കേട്ടോ, വിയറ്റ്നാമിൻ്റെ. നമ്മളിപ്പോൾ ബാന ഹിൽസിൽ നിന്ന് യാത്ര പറഞ്ഞ് നമ്മൾ ലാൻതൈൻ സിറ്റിയിലേക്ക് പോവാണ് കേട്ടോ. വന്ന ടാക്സിക്കാരനെ കൊണ്ട് നമ്മൾ പാട്ട് വെച്ചു കേട്ടോ. നമ്മുടെ സത്യം ലാൻഡൻ സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഹൊയാങ് എന്നാണ് നീ പറഞ്ഞത്. എന്നാണ് നമ്മുടെ ഹോട്ടൽ ജസ്റ്റ് ലാൻഡഡ്. Indian. For Indian at restaurant, you go to the traffic light. Actually, നേരെ പോയിട്ട് വളഞ്ഞ് അവിടെ ചർച്ച. From there, yeah, you can. നീ ഒന്നും പണയണ്ട. സ്പൈറൽ കോണിയാണ്. 4ാമത്തെ ഫ്ലോർ കാരണം ഇവിടെ ലിഫ്റ്റ് ഇല്ലേ. സോ ദിസ് ഈസ് അവർ റൂം. മുകളിൽ എനിക്ക് എടുക്കാൻ സെപ്പറേറ്റ് സ്ഥലം. താങ്ക് യു. നല്ല ട്രഡീഷണൽ റൂമാണ് കേട്ടോ. ഒരു ബെഡ് മുകളിൽ നമ്മളവിടെ സാധനങ്ങളൊക്കെ വെച്ച് പുറത്തേക്ക് നിന്ന് കറങ്ങാൻ ഇറങ്ങി കേട്ടോ. സോ വി ആർ ഇൻ ടു ലാൻതൈൻ സിറ്റി. സോ ദീസ് ആർ ദ ഷോപ്സ്. നമ്മുടെ നൈറ്റ് ലുക്ക്. ലാൻതൈൻ സിറ്റി സിറ്റി ടൂറിൻ്റെ ആൾക്കാരാണ് കേട്ടോ. ഇതൊരു ലോക്കൽ ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. കുറച്ച് ഒതൻറ്റിക് ആയിട്ടുള്ള സ്ഥലമാണ്. ഹയോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ നഗരം വിയറ്റ്നാമിൻ്റെ പുരാതനമായിട്ടുള്ള സിറ്റിയാണ് കേട്ടോ. ഇത് യുനെസ്കോയിൽ ഇടം പിടിച്ച പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഒരു സിറ്റി കൂടിയാണ്. ലോകമെമ്പാടുള്ള സഞ്ചാരികൾ ഇങ്ങോട്ട് വരുന്നത് ഈ പഴമ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സിറ്റി ഒരു നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിപ്പോഴും ജീവനുള്ളൊരു മ്യൂസിയം പോലെ പതിറ്റാണ്ടുകളായിട്ട് നിലകൊള്ളുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു പഴയ തുറമുഖ നഗരമാണ്. ഇവിടെ വിയറ്റ്നാമീസായിട്ട് കച്ചവടം ചേരുന്നത് ചൈനീസ്, ജാപ്പനീസ്, അതുപോലെ തന്നെ യൂറോപ്യൻസാണ് കേട്ടോ. അപ്പോൾ ചൈനീസാണ് ഇവിടേക്ക് ലാൻതേൺസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ കച്ചവടത്തിന് വന്നിട്ടുള്ള അവർ ഈ ഒരു ലാൻതേൺസ് ഐശ്വര്യം സമൃദ്ധിയും കൊണ്ടുവരുന്നുള്ളൊരു അവരുടെ ഒരു വിശ്വാസം, അത് ഇപ്പോഴും ഇവിടെയുള്ള ആളുകൾ അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അപ്പോൾ ആ ഒരു കാഴ്ചകൾ കാണാനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇപ്പോൾ തുറമുഖ നഗരമൊന്നുമില്ല, പക്ഷേ യുനെസ്കോൻ്റെ അണ്ടറിൽ ആ ഒരു നഗരം അവരതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത് മാത്രം. ഫുള്ള് സൈക്കിൾസ് കിട്ടും കേട്ടോ. സൈക്കിൾസ് ഇട്ട് നമുക്ക് അങ്ങനെ പോവാം. ഓക്കെ, മുട്ട വെച്ചിട്ടുള്ള റേറ്റുകൾ. അതെ, ഞങ്ങളിവിടെ വ്ളോഗ് ചെയ്താണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഓരോ ലാൻതേണിനും ഓരോരോ പർപ്പസാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ചുവപ്പ്, മഞ്ഞ എന്നിവ ഭാഗ്യവും സന്തോഷവും, നീല, പച്ച എന്നിവ ശാന്തിയും ആരോഗ്യമാണ് കേട്ടോ തരുന്നതെന്നുള്ള വിശ്വാസം. ലാസ്റ്റ് പോയത് ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. ഇത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഫോറിനേഴ്സാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. ലൈക്ക്
അപ്പോൾ കുറച്ച് നേരം കൊണ്ട് നമ്മൾ ആ പൊട്ടാറ്റോ ഫ്രൈ ഒരു വറുത്താണ് കേട്ടോ. അപ്പോൾ നമ്മളതും കഴിച്ച് സ്ട്രീറ്റിൽ കൂടെ നടന്നു. അപ്പോൾ ആ സിറ്റിയുടെ വൈബ് ഫുള്ള് നമുക്ക് കിട്ടുന്നത് രാത്രികളിലാണ് കേട്ടോ. രാത്രികളിൽ ഫുള്ള് അവരിങ്ങനെ ബൾബൊക്കെ വെച്ച് അലങ്കരിച്ച് അതിങ്ങനെ ട്രഡീഷണലായിട്ട് നിലനിർത്തി പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ അത്. അതുപോലെ തന്നെ അവിടെ ഒരു ശാന്തത നമുക്ക് എപ്പോഴും അനുഭവപ്പെടും. ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണത്. അവിടുത്തെ ആളുകളുടെ മനോഭാവം അങ്ങനെയുണ്ട്, ഭയങ്കര കാമൻ കോറ്റായിട്ടുള്ള ആൾക്കാരാണ്. ആ ഒരു പീസ് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെ പതുക്കനെ ഓരോരോ സ്ഥലങ്ങളൊക്കെ കണ്ട് അതിൻ്റെ പിക്ചേഴ്സൊക്കെ എടുത്ത് പതുക്കെ ഫ്രണ്ടിലേക്ക് കടന്നു കേട്ടോ. ഈ ഒരു സ്ഥലം നേരെ കയറി ചെല്ലുന്നത് റിവറിലേക്കാണ് കേട്ടോ. നേരെ കയറി ചെല്ലുന്നത് മാമൻ്റെ എന്തൊരു ഉണ്ട വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അവൻ മാമനോട് പാവം തോന്നി വാങ്ങിച്ചാണ്. മ്യൂട്ട് ചെയ്യാം നമ്മളത്. വാങ്ങിച്ച സാധനം ഉണ്ടത് ഒരു കോഴിക്കട്ട പോലെ ഉണ്ട്. അതിനുള്ളിൽ കപ്പലിൻ്റെയാണ്. ഓക്കെ, വായില് പല്ലിട്ടായിരുന്നെങ്കിൽ അടിച്ച് ഞാൻ പല്ല് പാകച്ചിട്ടുണ്ടാക്കിയേ. സ്ട്രീറ്റ്സിലും നമുക്ക് മെയിനായിട്ട് കാണുന്നത് കഫേസാണ് കേട്ടോ. ഈ കഫേസിൽ ഇങ്ങനെ നൈറ്റ് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ചെറിയൊരു കസാരയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അവർ കൂടുതൽ നൈറ്റ് ആകുമ്പോഴാണ് അവർക്ക് കൂടുതൽ കച്ചവടങ്ങൾ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിനിടെ ഒരു വെയിറ്റ് ചെയ്യാണ് എല്ലാ കടക്കാരും. കഫേസ് കൂടുതലും ബാർ റെസ്റ്റോസ് ആണ് കേട്ടോ. അപ്പോൾ വിദേശികൾ, അതായത് യൂറോപ്യൻസ് എല്ലാവരും ഒരു ബിയറൊക്കെ വാങ്ങിച്ച് അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അത് സിപ്പ് ചെയ്തിട്ട് അങ്ങനെ അത് എൻജോയ് ചെയ്യാണ് ആ ഒരു വൈബ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അവരിപ്പോഴും വൃത്തിയാക്കുന്നത്. അത് ഇത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവരിക്കാൻ എത്രമാത്രം കഷ്ടപ്പെടണമെന്ന് നമുക്ക് കാണാം. നൈറ്റിലും അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നടന്ന് ഡയറക്റ്റ് നമ്മൾ ആ ലാന്തൻ സിറ്റിയിലേക്ക് എൻ്റർ ആവുകയാണ് കേട്ടോ. ഇതൊരു ബ്രിഡ്ജാണ്. ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡുകളിലായിട്ടാണ് ഈ ഒരു സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും പാരലായിട്ട് പോകുന്ന കടകൾ, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ് എല്ലാം കാണാം കേട്ടോ. ഇതിൽ മെയിനായിട്ടൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ പോയി ആ ഒരു റിവറിൽ ദീപം കത്തിക്കലാണ് ഇവിടുത്തെ മെയിനായിട്ടൊരു പരിപാടി. അതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. എന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നതാണ് ഒരു മെയിൻ ആയിട്ടുള്ള അവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻ. നമ്മളതിനൊന്നും നിന്നില്ല, നമ്മൾ നേരെ പോയി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഈ പുഴയിൽ ഒഴുക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണരാമൻ സിനിമയിലത്തെ പോലെ ഇത് പുഴയിൽ ഒഴുക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ദീപങ്ങൾ ഒഴുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ദീപങ്ങൾ സെല്ല് ചെയ്യുന്ന ആൾക്കാരെ കാണാം. അതുപോലെ തന്നെ ഈ ദീപങ്ങൾ വെച്ചിട്ട് കപ്പിൾസിന് ഒരു ബോട്ട് റൈഡ് ചെയ്യാം ഈ നദിയിൽ കൂടെ. നമ്മുടെ ഒരു ആലപ്പുഴ വൈബാണ് നമുക്കിവിടെ കിട്ടുക. പക്ഷേ കുറച്ചും കൂടെ കളർഫുള്ളാണ്. ആലപ്പുഴ നൈറ്റ് ലൈഫ് ഇല്ലല്ലോ. ഒരു ആലപ്പുഴ നൈറ്റ് ലൈഫും കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടായിരിക്കും ഏകദേശം. പക്ഷേ നൈറ്റ് ആലപ്പുഴ ഇതുപോലെ സെറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ആലപ്പുഴ ഇതിനേലും ഭംഗിയുണ്ടായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആ ഒരു വൈബാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്, വെള്ളവും ഈ ലൈറ്റൊക്കെ ആയിട്ട്. ഇവിടെയാണ് അതിൻ്റെ ഫോട്ടോ എടുക്കുന്ന സ്ഥലം കേട്ടോ. കുറച്ച് ഫോട്ടോ കിട്ടും. കുറച്ച് ഫോട്ടോ കിട്ടും. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ. ജാപ്പാനീസ് കവേർഡ് ബ്രിഡ്ജ് എന്നിട്ടുള്ള ഈ ബ്രിഡ്ജ് നിർമ്മിച്ചത് ജാപ്പാനീസ് വ്യാപാരികളാണ് കേട്ടോ. 1590കളിലാണ് ഇവർ നിർമ്മിച്ചത്. അപ്പോൾ അവിടുത്തെ ഒരു വൈബ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മ്യൂസിക്കും ലൈറ്റും ഒരു പാർട്ടി മോഡാണ് കേട്ടോ നൈറ്റ്. എന്നാൽ ബഹളങ്ങളില്ല, ഒരു സൈലൻറ്റ് പാർട്ടി. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ജീവിക്കുന്ന ഒരു ചരിത്ര മ്യൂസിയമാണ് കേട്ടോ. നമുക്കൊന്നും അറിയാണ്ടാണ് നമ്മളവിടെ കിടന്ന് നടന്നിരുന്നത്. ഇപ്പോൾ ജെമിനിയാണ് നമുക്കിതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഭയങ്കര മാജിക്കലായിട്ടുള്ളൊരു ഫീലാണ് നമുക്കവിടെ കിട്ടുക കേട്ടോ പോകുന്ന സ്ഥലങ്ങളെല്ലാം. ഈ ചൈനീസ് ജാപ്പാനീസ് അധിനിവേശം കാലക്രമേണ അവരെ ഏറ്റെടുക്കുകയും ആ ഒരു ശൈലി ആ ഒരു വിയറ്റ്നാമി ജനതയുടെ ജീവിതത്തിലേക്ക് വരികയും ചെയ്തു. അതാണ് ഈ ഒരു നഗരത്തിൻ്റെ പ്രത്യേകത. നമ്മളുടെ ഫോർട്ട് കൊച്ചിയൊക്കെ പോലെ ആണ് ഇവിടെ ഈ ഒരു സ്ഥലം. നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു ഗോവൻ വൈബാണ്. എന്താണ് ഒത്തില്ല ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക.
അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് ആ ഒരു പുഴയുടെ കരക്കിലായിട്ട് ഈ ലാന്തേൺ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ഷോപ്സാണ് കേട്ടോ. മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് ഹോട്ടൽസാണ്, പിന്നെ മസാജ് പാർലേഴ്സും ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവരെല്ലാവരും അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ്. ഗോവയിലൊക്കെയുള്ള പോലെ ഫോറിനേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് കാത്തിരിക്കുകയാണ്. ഒരു ട്രഡീഷണൽ ആംബിയൻസിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത പരിപാടി ചോദിച്ചിട്ട് നിതിൻ അവിടെ കാണുന്ന നല്ലൊരു ഭംഗിയുള്ളൊരു ചേച്ചി പറഞ്ഞു മെസ്സാജ് ചെയ്യാന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോയി. ഉള്ളിലേക്ക് ഇപ്പോൾ അവിടെ കുറെ തൈക്കളവികള്. അളയൻ ദേഷ്യപ്പെടരുത്, ഇത് ആ കിളവിയല്ല. പിന്നെ ആര്? നിന്റെ അമ്മൂമ്മേ? ഇത് മറ്റൊരു കിളവി. എടി നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ, കുറെ സമയമായിട്ട് കളിയാക്കണ്. അനിയത്തിനെ കാണിച്ച് ചേച്ചിനെ കല്യാണം അയക്കുന്ന പോലെയാണ് കേട്ടോ അവിടെ വഞ്ചിക്കപ്പെട്ടത്. അപ്പോൾ നമ്മളവിടെ ചെയ്തതിലേക്ക് മസാജാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ നിന്ന് പുറത്തിറങ്ങി കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. ജാപ്പനീസ് കച്ചവടക്കാർ നിർമ്മിച്ചു എന്ന് പറയുന്ന പാലത്തിൻ്റെ പഴയ രൂപമാണ് കേട്ടോ ഈ ഫോട്ടോഗ്രാഫിൽ കാണുന്നത്. നമുക്കിത് കാണാൻ പറ്റിയത് അവിടുത്തെ ഒരു ഹോട്ടലിനുള്ളിലാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് തന്നെ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നൈറ്റ് വ്യൂ. നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ആലപ്പുഴ വൈബാണ് കേട്ടോ. ആലപ്പുഴ നൈറ്റ് ഇതുപോലെ ഷോപ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇതുപോലെ നമുക്കൊരു ആംബിയൻസ് സെറ്റ് ഔട്ട് ചെയ്തെടുക്കാമെന്നുള്ളൂ. നമ്മളവിടെ നിന്ന് റൈസോ അങ്ങനെ എന്തോ കഴിച്ചു. അതിന് ശേഷം പുറത്തേക്ക് പിന്നെ ഇറങ്ങി അവിടെ കണ്ടതാണ് കേട്ടോ ഈ കാഴ്ചകൾ. നമുക്കപ്പോൾ അവിടെ വഴിയരികിൽ മറ്റേ തവള അതുപോലെ തന്നെ ഒക്ടോപ്പസൊക്കെ ഫ്രൈഡായിട്ട് നമ്മൾ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഈവനിങ് വൈബ് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് അത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തവളേനോ ഒക്ടോബസിനൊക്കെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതൊരു സ്പെസിഫിക് ഒരു സോസ് മുക്കി നമുക്ക് തരും. ഞാൻ തവള ഒക്ടോബസും ട്രൈ ചെയ്തിരുന്നു കേട്ടോ. ഒക്ടോബസ് ഇഷ്ടമായില്ല, തവള അടിപൊളിയായിരുന്നു. ശരിക്കും ചിക്കൻ കഴിക്കുന്ന വൈബാണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഒരു ഒത്തൻറ്റിക് വിയറ്റ്നാമിഷ് റിസോർട്ടിൻ്റെ പൂളാണ് കേട്ടോ അത്. ഭയങ്കര പോഷല്ല, അവരുടെ ഒരു ട്രഡീഷണൽ കൾച്ചറാണ് ഇവിടെ. ഇവർ അതിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ പകൽ കുളിച്ചില്ല, നൈറ്റ് കുളിച്ചിട്ടാണ് കിടന്ന് ഉറങ്ങിയത് കേട്ടോ. ഈ പൂളി നൈറ്റ് അവൈലബിൾ ആയിരുന്നു. നാഗവല്ലിയിലെ പക്ഷേ ഫോറിനേഴ്സ് കുറച്ച് കൂടുതൽ ഇവിടെ വരുന്നുണ്ട്. ലിഫ്റ്റ് ഒന്നുമില്ലെങ്കിലും അതൊക്കെ ഒന്നും പ്രശ്നമില്ല. അവരൊരു ഒതൻറ്റിക് സെറ്റപ്പാണ് നോക്കി നടക്കുന്നത്. സോ ഇത് ലൈബ്രറി ട്രാക്ക് നോക്കിയാൽ ഓക്കെ, കൂടുതൽ നോവൽസാണ് ഇവിടെ വരുന്നത്. ലോബിയിലെ കാലത്തെ കാഴ്ചകളാണ് കേട്ടോ. എല്ലാവരും ചെക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം കേട്ടോ. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അടിക്കൽ ഞങ്ങൾ ഈ റിസോർട്ട് എടുത്തത്. ഇതാണ് കാലത്ത് ബിജോ കാലത്ത് നേരത്തെ വന്ന് തന്നെ കഴിച്ചെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഇതിന് ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു ലേഡി ഉണ്ട്, അവർ നമ്മൾ പറയുന്ന ഫുഡ് അപ്പോൾ ഉണ്ടാക്കി തരുന്ന പോലെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് മെയിനായിട്ട് ഇംഗ്ലീഷ് കോഴ്സസ് ആണ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്കും താല്പര്യമില്ല നോർമൽ ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ. നമ്മൾ പുറത്ത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. താങ്ക് യു. അപ്പോൾ നമ്മൾ ആ ചേച്ചിയോട് പറഞ്ഞ പാൻ കേക്ക് ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. ചേച്ചി പാൻ കേക്ക് ഉണ്ടാക്കാൻ കേട്ടോ. നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ബിജോ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കാൻ കേട്ടോ. ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തില്ല, വെറുതെ ഒരു സാലഡ് പോലെ ഉണ്ടാക്കി കഴിച്ചു. അതായത് ചായയിൽ ക്രീം ഒഴിച്ച് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ കിട്ടുന്നതൊക്കെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അവർ കൺസിഡർ ചെയ്യുന്നതും യൂറോപ്യൻസിന് തന്നെയാണ് കേട്ടോ. ഇവിടെ ഇന്ത്യൻ ഫുഡ്സ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ അവിടെ കണ്ട് പരിചയപ്പെട്ട സ്റ്റാഫും അതുപോലെ തന്നെ നോർമൽ വിയറ്റ്നാമി പീപ്പിളൊക്കെ ഭയങ്കര സ്വീറ്റായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. നമ്മളൊന്ന് ചെക്കൗട്ട് ചെയ്യണം കേട്ടോ. ഇതാണ് റൂമിൻ്റെ ഒരു ഇൻറ്റീരിയർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോപ്പിലൊക്കെ ഓടാണ് അവർ മേഞ്ഞിരിക്കുന്നത്. നമ്മുടെ ട്രഡീഷണൽ സ്റ്റൈലിലാണ് അവർ ഫോളോ ചെയ്യുന്നത്. നമ്മളവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പേയ്മെൻറ്റൊക്കെ കൊടുത്ത് നമ്മളവിടെ ഇറങ്ങാണ് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചത് എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. നമ്മൾ ലാൻഡർ സിറ്റിയിൽ പോവാണ് കേട്ടോ സൈക്കിളിൽ. എട്ടിഎമ്മിലേക്ക് നമ്മൾ പോവാണ്. നമുക്ക് അവിടെ വരെ പോയിട്ട് വരാം. നമ്മൾ ഇന്നലെ പോയ സ്ഥലത്തേക്ക് ഒന്ന് പോവാണ് കേട്ടോ.
ഇന്നലെ പോയ സിറ്റിയിലേക്ക് നമ്മൾ ഇന്ന് സൈക്കിളിൽ പോവാണ്. അധികം കാണിക്കാൻ പറ്റില്ല, സോ നിങ്ങൾ കണ്ടോളൂ. ഈ പൊട്ടനുണ്ട്, അപ്പോൾ വേറൊരു വണ്ടിയിൽ പകല് വേറെ രസമുണ്ട് ഇത് കാണാൻ. അതല്ല നേരെ വിട്ടോ പുഴയോടെ. നമ്മൾ ഇന്നലെ കണ്ട സ്ഥലം ഒന്നും കൂടെ പകൽ കാണാൻ വരും. നൈറ്റ് എടുത്ത വിഷ്വൽസ് ഒന്നും പോരാ, അതെന്തോ പറ്റി വിഷ്വൽസിന്. ഭയങ്കര ലൈറ്റ്സും ഒക്കെ വീഴുന്ന, ഞാൻ അധികം ബോധേഡായില്ല. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ, പക്ഷെ അതെനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അയ്യോ എടാ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണണ്ടടാ. എന്താ അങ്ങനെ ഒരു നോട്ടം ചേച്ചി? എല്ലാരും പോവാണ് കേട്ടോ. നമ്മൾ ഇന്നലെ കണ്ടത് ലൈറ്റ് സിറ്റിയാണ്, പക്ഷെ ഇന്ന് അധികം ആൾക്കാരില്ല. ഞാൻ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ വരുന്നാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. നമ്മൾ ATM എന്നുള്ള വ്യാജന വലിയ രസമില്ല കാലത്ത്. കാരണം യാഗി കാരണം ഇവിടെ വെള്ളമൊന്നും ശരിയല്ല, വെള്ളമെല്ലാം വേറെ കളറിലാണ്. സോ നല്ല ഭംഗിയുള്ള ആൾക്കാർ. കുറേ പേര് അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇംഗ്ലീഷുകാരൊക്കെ അവിടെ സ്റ്റേ ചെയ്ത് സൈക്ലിംഗ് ഒക്കെ ആയിട്ട് നടക്കുകയാണ്. അവിടെ സ്റ്റേയും ഭയങ്കര ചീപ്പാണ്. പെർ ഡേ 1000 താഴേക്ക് റേറ്റ് ഉള്ളൂ ആ ഒരു ലൊക്കേഷനിൽ സ്റ്റേ വരുന്നത്. കാലത്തുള്ള വ്യൂ ഞാൻ പറഞ്ഞ പോലെ അത്ര പോരാ. ഇത് വെള്ളം കലങ്ങി കിടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കളറിൽ വെള്ളം കാണുന്നതെന്നാണ് തോന്നുന്നത്. റെഗുലർ ആയിട്ടുള്ള ആൾക്കാർ നമുക്കവിടെ കാണാം കേട്ടോ. വിയറ്റ്നാമീസ് അവരെല്ലാം തലയിൽ ഇതുപോലെ ഒരു കോൺ ടൈപ്പിലുള്ളൊരു തൊപ്പി വെച്ചിട്ടാണ് നടക്കുക. നമ്മൾ വിയറ്റ്നാമിൻ്റെ സുവനീർ വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ കണ്ട എയർപോർട്ടിൽ എല്ലാവരും ഈ ഒരു തൊപ്പി വെച്ചിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ ATM പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയപ്പോൾ നമുക്ക് ഒരു വീണ്ടും വിചാരം ഉണ്ടായി. നമ്മൾ കാലത്ത് ഈ സ്ഥലം എങ്ങനെ ഇരിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ വന്ന് കണ്ടതാണ്. മഞ്ഞ കെട്ടിടങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടായിരിക്കാം. ഇവരുടെ ഒരു ട്രഡീഷണൽ കളറാണ് മഞ്ഞ എന്ന് പറയുന്നത്. ഈ ഒരു കെട്ടിടങ്ങൾക്ക് ഒരു മഞ്ഞ വയ്ക്കാൻ കാരണം അവരുടെ വ്യാവസായിക പൈതൃകം തന്നെയാണ്. മിക്ക കെട്ടിടങ്ങളും അവിടെ മഞ്ഞ കളറിലായിരിക്കും ഉണ്ടായിരിക്കുക. എന്റെ അമ്മയെ നാട്ടിച്ച് കൈ എടുത്തപ്പോഴാ ദൂരം. അപ്പോൾ നമ്മൾ അവിടെ കുറേ നേരം സൈക്കിൾ ചെയ്തിട്ടോ. അത് അവിടെ കാണാത്ത സ്ഥലങ്ങൾ, കാണാത്ത സ്ട്രീറ്റിൽ കൂടെ ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് എല്ലാ വഴികളിൽ കൂടിയും സൈക്കിൾ ഓടി നമ്മൾ നടന്നിട്ടോ കുറച്ച് നേരം. നമ്മൾ അടുത്ത പോകുന്ന സ്ഥലം നമ്മൾ കാറ് ത്രൂ ആണ് പോകുന്നത്. അവിടേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ടൈം കിട്ടിയിരുന്നു. അപ്പോൾ ആ ടൈം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ട് കാലത്ത് ഒരു സൈക്ലിങ്ങിന് ഇറങ്ങിയത്. കുറച്ച് നാളുകളായിട്ട് കുട്ടികളുണ്ടാവും. കാലത്ത് പൊതുവേ ഇവിടെ കച്ചവടങ്ങൾ കുറവാണ്. രാത്രിയിലാണ് മെയിനായിട്ട് ടൂറിസ്റ്റുകൾ ആക്റ്റീവ് ആവുന്നൊരു സമയം. നമ്മളപ്പോൾ തിരിച്ച് നമ്മുടെ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാവരും മഞ്ഞ കളർ കെട്ടിടങ്ങളാണ്. നമ്മളൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. നമ്മളിപ്പോൾ വന്നിട്ട് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എല്ലാ കെട്ടിടങ്ങളും മഞ്ഞ കാണല്ലോ എന്നുള്ളത്. ടൂറിസ്റ്റുകളൊക്കെ നൈറ്റ് എക്സ്പ്ലോർ ചെയ്തിട്ട് പകൽ പോവാണ് കേട്ടോ. അപ്പോൾ ചരിത്ര പ്രധാനമായിട്ടുള്ള ഈ സിറ്റിയോട് നമ്മൾ വിട പറയുകയാണ്. അപ്പോൾ അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് മൈസൺ സാങ്ച്വറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. നമ്മുടെ മൈൻഡിലെപ്പോഴും അങ്ങോട്ട് പോകണമെന്നായിരിക്കും കേട്ടോ. ഇപ്പം ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ സ്ഥിര വരുമാന മാർഗം ടൂറിസം തന്നെയാണെന്നാണ് നമുക്ക് തോന്നുന്നത്.
മുന്നേ ഇവിടെ തുറമുഖ നഗരമായിരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അവശേഷിപ്പുകൾ ഉണ്ടെങ്കിലും അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, കാരണം അതവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവരിപ്പോഴും മെയിനായിട്ട് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാനോ ടൂറിസ്റ്റുകളെ ക്യാൻവാസ് ചെയ്യാനൊക്കെയാണ് വിയറ്റ്നാമീസ് ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് നടക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ കഫേസും ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഒരു ഉപജീവനം കഴിക്കുന്നത്. നമ്മൾ നൈറ്റ് ഒരമ്മൂമ്മയുടെ കയ്യിൽ നിന്നൊരു ഫുഡ് വാങ്ങിച്ചത് ഇവിടെ നിന്നായിരുന്നു കേട്ടോ. നമ്മൾ തിരിച്ചു പോവാണ്. കാലത്ത് ഇതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട് കേട്ടോ, അതും ആരും മിസ് ചെയ്യാൻ പാടില്ല. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ATM നിന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റെൻറ്റിന് കാശ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടല്ല നമ്മൾ ATM വേണ്ടി ഇറങ്ങിയതാ. പെട്ടെന്ന് പ്ലാൻ മാറ്റുന്നത് ഇവിടെ വരെ പോയി നോക്കിയിട്ട് വരാമെന്ന് പോയപ്പോൾ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേണ്ട, ഫുഡ് സ്പോസാണ് കേട്ടോ അവിടെ കൂടുതൽ. ഞങ്ങൾ ഇന്നലെ ഫുഡ് സ്പോ ട്രൈ ചെയ്തിരുന്നു, വലിയ കാര്യമൊന്നുമില്ല, നല്ല പെയിൻ ആയി എൻ്റെ കാല്. അപ്പോൾ അത്രയൊക്കെയുള്ള നമ്മളടുത്ത സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ. വീണ്ടും സന്ധിക്ക് വരെ വണക്കം. അന്ന് 2 ദിവസം നിങ്ങൾ ബാൽക്കണി റൂമിൽ ഇടുന്നില്ല.